മൂന്നാമത് ഏഷ്യൻ യൂത്ത് ഗെയിംസിന് ബഹ്റൈനിൽ സമാപനമായിരിക്കുകയാണ്. 63 സ്വർണവുമായി ചൈനയാണ് മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത്. 13 സ്വർണവുമായി ചരിത്ര നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യ പട്ടികയിൽ 6ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. യൂത്ത് ഗെയിംസ് സമാപന വേദിയിൽ നിന്ന് ഷഫി ഷാജഹാൻ വിവരങ്ങൾ നൽകും. ഷഫി, വിശദാംശങ്ങൾ. ജന്യ പ്രൗഢഗംഭീരമായ പരിപാടികളോടുകൂടി ആരംഭിച്ച ഏഷ്യൻ യൂത്ത് ഗെയിംസിന് ബഹ്റൈനിലെ ഖലീഫ സ്പോർട്സ് സിറ്റിയിൽ ഇന്ന് സമാപനമായിരിക്കുകയാണ്. ഇന്ന് കൊടിയിറങ്ങിയിരിക്കുകയാണ്. 45 രാജ്യങ്ങളിൽ നിന്ന് ഏകദേശം 8000-ഓളം അത്ലറ്റുകളാണ് ബഹ്റൈനിലെത്തി ഏഷ്യൻ യൂത്ത് ഗെയിംസിന്റെ ഭാഗമായത്. ആതിഥേയത്വം കൊണ്ട് ബഹ്റൈന്റെ സംഘാടന മികവൊക്കെ എടുത്തു പറയേണ്ടതാണ്. ഈ വലിയൊരു കായിക ഇവന്റ് സംഘടിപ്പിച്ചതിൽ സാധാരണഗതിയിൽ വർഷങ്ങളോളം വേണ്ട മുന്നൊരുക്കങ്ങളൊക്കെ വേണ്ട കായിക ഇവന്റാണ്. അതിൽ 10 മാസത്തിൽ താഴെ മാത്രം കൊണ്ടാണ് ബഹ്റൈൻ ഇത്രയും വലിയൊരു ഇവന്റിനെ ഹോസ്റ്റ് ചെയ്തത്. ഇനി ഗെയിംസിലേക്ക് വരുമ്പോൾ ചൈനയാണ് 63 സ്വർണവും 49 വെള്ളിയും 35 വെങ്കലവും ഉൾപ്പെടെ 147 മെഡലുമായി ചൈനയാണ് ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. 2ാം സ്ഥാനത്ത് ഉസ്ബെക്കിസ്ഥാനും 3ാം സ്ഥാനത്ത് കസക്കിസ്ഥാനുമാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യക്ക് ഏഷ്യൻ യൂത്ത് ഗെയിംസിന്റെ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച മെഡൽ വേട്ട സമ്മാനിച്ച ഗെയിംസ് കൂടിയാണ് ബഹ്റൈനിൽ കഴിഞ്ഞത്. ഇന്ത്യ 13 സ്വർണം ഉൾപ്പെടെ 48 മെഡലുകളുമായി 6ാം സ്ഥാനത്താണ് ഏഷ്യൻ യൂത്ത് ഗെയിംസിൽ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഏഷ്യൻ യൂത്ത് ഗെയിംസിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ ഏഷ്യൻ യൂത്ത് ഗെയിംസിൽ ഇന്ത്യ 5 സ്വർണം ഉൾപ്പെടെ 11 മെഡലുകളായിരുന്നു ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. 2ാം ഏഷ്യൻ യൂത്ത് ഗെയിംസിലേക്ക് വരുമ്പോൾ അന്ന് ഒളിമ്പിക് ഫ്ലാഗിന് കീഴിൽ മത്സരിച്ച ഇന്ത്യക്ക് 25 മെഡലുകളാണ് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. ആ റെക്കോർഡുകളെല്ലാം തകർത്തുകൊണ്ടാണ് ഇത്തവണ ഇന്ത്യയുടെ കൗമാര താരങ്ങൾ കളത്തിലിറങ്ങിയത്. കബഡിയിലെ ഇരട്ട സ്വർണത്തോടുകൂടി തുടങ്ങിയ ഇന്ത്യ കഴിഞ്ഞ ദിവസം ബോക്സിംഗ് റിംഗിൽ നിന്ന് 4 സ്വർണവും ബീച്ച് റെസ്ലിംഗിൽ നിന്ന് 3 സ്വർണവും നേടിയാണ് മത്സര ഇനങ്ങളെല്ലാം അവസാനിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് എക്കാലവും ഓർത്തിരിക്കാൻ കഴിയുന്ന മനോഹരമായ മെഡൽ വേട്ട സമ്മാനിച്ച യൂത്ത് ഗെയിംസിന് കൂടിയാണ് ബഹ്റൈനിൽ സമാപനമായിരിക്കുന്നത്.